കവിതാ മോഷണ വിവാദത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്ന് സമ്മതിച്ചിട്ടും ഓരോ നിമിഷവും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദീപ നിശാന്തിനെ പിന്തുണച്ച് മാധ്യമപ്രവർത്തകനായ രാജേഷ് കൃഷ്ണ. ദീപയെ കല്ലെറിയുന്നവർക്ക് ദീപ എന്താണെന്നറിയില്ല. കേരളവർമ്മ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് വീണ് പരിക്കേറ്റ കുട്ടിയുടെ ബില്ലടയ്ക്കാൻ പാഞ്ഞു നടക്കുന്ന ദീപയെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഓട്ടിസ്റ്റിക്കായ ആളുകളുടെ സംരക്ഷണ കേന്ദ്രത്തിന് തന്റെ പുസ്തകത്തിന്റെ മുഴുവൻ റോയൽറ്റിയും നൽകിയ ദീപയെയും നിങ്ങൾക്കറിയില്ല. അവരുടെ ആയുസിന്റെ പുസ്തകത്തിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണിത്. അത് കീറിക്കളഞ്ഞാൽ സ്ഫടിക തെളിച്ചമുള്ള സുവ്യക്തമായ പുസ്തകമായിരിക്കും അതെന്ന് ഉറപ്പുണ്ടെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഭാനുമതി ടീച്ചർ നടത്തുന്ന ഓട്ടിസ്റ്റിക്കായ ആളുകളുടെ സംരക്ഷണ കേന്ദ്രമായ AMHA എന്ന കേന്ദ്രത്തിന് തന്റെ ഏറ്റവും വിൽപ്പനയുള്ള പുസ്തകമായ കുന്നോളമുണ്ടല്ലോ ഭൂതകാലക്കുളിർ എന്ന പുസ്തകത്തിന്റെ ഏകദേശം മുഴുവൻ റോയൽറ്റിയും രണ്ടാമതൊന്നും ചിന്തിക്കാതെ കൊടുത്തിട്ടുള്ള ദീപയെ എത്ര പേർക്കറിയാം? കേരളവർമ്മ കോളേജിലെ അന്ധവിദ്യാർത്ഥികൾക്കായി വോയിസ് റെക്കോർഡർ വാങ്ങാൻ സുഹൃത്തുക്കളുടെ മുന്നിൽ കൈനീട്ടിയ ദീപയെ എത്ര പേർക്കറിയാം? വെളിപ്പെടുത്താനാകാത്ത എത്രയോ സഹായങ്ങൾ തന്റെ ഫേസ്ബുക്ക് റീച്ചിന്റെ എല്ലാ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി പല പൂർവ്വ വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കുമായി സഹായം അഭ്യർത്ഥിക്കുന്ന ദീപയെ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാകും. തെറ്റുകൾ സംഭവിക്കാം, അത് സ്വാഭാവികമാണ്. മാപ്പ് പറഞ്ഞിട്ടും സോഷ്യൽ മീഡിയയുടെ ഈ വേട്ട അതിര് കടക്കുന്നില്ലേ എന്നൊരു സംശയം. ഒരു തെറ്റുകൊണ്ട് മറ്റുള്ള നന്മകളെ നാം മനഃപൂർവ്വം കണ്ടില്ല എന്ന് നടിക്കരുത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.